ജെറമയ 31:11-14. ജെറമയ 31:11-14. ഈ വാക്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞ വാക്യങ്ങൾ. കുറേ നാൾ നമ്മൾ സുവിശേഷം വചനം എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കിങ്ങോട്ട് വാഗ്ദത്തം ഇങ്ങോട്ട് തരും. അത് പ്രാപിച്ചെടുക്കാൻ സമയമാകുമ്പോഴാണ് കർത്താവ് തരുന്നത്. അപ്പം നമ്മൾ അയച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം വരികയാണ്. പിന്നെ അത് നമ്മുടേതായിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മളത് ബാങ്ക് ഡെപ്പോസിറ്റ് പോലും ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ ഓർപ്പിക്കണം. ഓർപ്പിക്കാൻ ദൈവം പറയുന്നുണ്ട്. കം ലെറ്റ് us റീസൺ ടുഗദർ എന്ന് യെശയ്യാ പ്രവാചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. അങ്ങനെ ദൈവം പറയുന്നുണ്ട്. കർത്താവ് തരുന്ന വാഗ്ദത്തങ്ങൾ ദൈവം ഒരു പ്രാവശ്യം തന്നാലും ഉടനെ ചിലപ്പോൾ നടക്കത്തില്ല, ചിലപ്പോൾ ഉടനെ നടക്കും. പക്ഷെ കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മൾ ഓർപ്പിക്കണം. മക്കൾ അപ്പനെ ഓർപ്പിക്കുന്നത് പോലെ യെശയ്യാ 1:8 നോക്കാം. ഓർപ്പിക്കുകയാണ്. നീ വന്ന് എന്നെ ഓർപ്പിക്കണം. നമുക്ക് ലെറ്റ്സ് റീസൺ ടുഗദർ. കർത്താവിന് നിർബന്ധമാണ്. കർത്താവ് പ്രോമിസസ് തരികയാകുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ വൈരികളോട് പക വീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കിക്കളയും, നിൻ്റെ വെള്ളിയം ഒക്കെയും നീക്കിക്കളയും ചെയ്യും. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്, ദൈവം നമ്മളല്ല. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെയാക്കും. അതിനുശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. യെശയ്യാവിൽ കം ലെറ്റ് us റീസൺ ടുഗദർ എന്ന് വേറെടുത്ത് എഴുതിയിട്ടുണ്ട്. കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഓർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഓർക്കുകയും ദൈവത്തിനത് സന്തോഷമാണ് മക്കൾ ഓർപ്പിക്കുന്നത്. അപ്പോഴാണ് ജെറമയ 31 ഈ തന്ന വാഗ്ദത്തം നമ്മുടെ മേലോട്ട് ഇടുകയാണ്. 31:11-14 വരെ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത്, ആരെയാണ്? യാക്കോബിനെ. പലരുടെയും പേര് യാക്കോബ് അല്ലെങ്കിൽ യാക്കോബ് എന്നുള്ള പേരെടുത്തു. കാരണം വിശ്വാസികളുടെ പേര് യാക്കോബൻ തന്നെയാണ്. യാക്കോബിൻ്റെ സന്തതികളെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ വലിയവനായൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് രക്ഷിച്ചു. ഇത്രയും വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ ഹി ഹാസ് ടു ഗിവ് ആൻ ആൻസർ. അന്ന് അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കുന്നു. അപ്പോൾ ഇതുവരെ മുകളിൽ കയറാൻ വയ്യാതിരുന്നവർ മുകളിൽ കയറി. ഇപ്പം നമ്മൾ വചനമെടുത്ത് പടികൾ, അതായത് ഈ യാക്കോബിൻ്റെ ഗോപേണി ഓരോ പടിയും ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കും. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം കാണുന്നത് ഈ നമ്മുടെ മക്കൾ തിരിച്ചു വരേണ്ട വഴി അവരൊരു പോകുകയാണല്ലോ, പ്രായത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് തിരിച്ച് പോകുന്ന വഴിയിലെല്ലാം ഈ ദുഷ്ടപിശാച് കരിങ്കല്ല് കൊണ്ടിടും. അവർക്ക് തിരിച്ചു വരാൻ അറിയത്തില്ല. പിന്നെ അവരതിലെല്ലാം ഊടാടി നടക്കും. പക്ഷെ അപ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഈ കരിങ്കല്ലെല്ലാം എടുത്ത് മാറ്റും. അതാണ് വഴി നിരപ്പാക്കുകയെന്ന് പറയുന്നത്. അത് ആരെങ്കിലും ഒരാൾ ചെയ്തില്ല. ഇപ്പം ഞാൻ തന്നെ ചെയ്യണമെന്നില്ല. ആത്മവരമുള്ള ആർക്ക് വേണേലും അത് ചെയ്യാം. അത് ചിലർക്ക് ദൈവം കാണിച്ചു കൊടുക്കുക. അത് വരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആ വഴി നിരപ്പാക്കുന്ന ശുശ്രൂഷ വചനാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അവർ സിയോൻ്റെ മലയിൽ കയറി, അവരെ എന്നിട്ട് ബലവാനാവിൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചിരിക്കുന്നു. അവർ സിയോൻ്റെ മലകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കുന്നു. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. എല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവം ഇല്ലേ? ധാന്യം വേണോ? ദൈവം. വീഞ്ഞെന്തിനാ? വീഞ്ഞും ദൈവം തരുമെന്ന്. വീഞ്ഞ് കുടിക്കണ്ടെന്ന് ദൈവം വേദപുസ്തകത്തിൽ പറയുന്നില്ല. വീഞ്ഞും സമൃദ്ധിയുടെ ഒരു സൈന. കാനാവിലെ കല്യാണത്തിന് ചിലർ പ്രസംഗിക്കും വീഞ്ഞല്ല മുന്തിരിവെള്ള. അല്ല, വീഞ്ഞ് തന്നെയാണ്. സ്നേഹം, അതിന് പരിമിതിയുണ്ട്. ഒരു വിശുദ്ധ സ്നേഹമാണ്, അത് നല്ലതാണ്. പക്ഷെ സ്നേഹം കൂടിയാൽ അമിതമായ അത് പെർവേർട്ടഡ് ആയിക്കഴിഞ്ഞാൽ ലസ്റ്റായി മാറും. വീഞ്ഞും ക്രമമായിട്ട് നീ ഉപയോഗിച്ചോ. ഏതൊരു കാര്യം ദൈവത്തിൻ്റെ അത് ക്രമമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് മനോഹരത്വമുണ്ട്. പക്ഷെ അത് വഴി തെറ്റി അല്ലെങ്കിൽ പരിമിതിയില്ലാതെ ഉപയോഗിക്കുമ്പോൾ അതാണ് ഈ ബാലൻസ് വരണമെങ്കിൽ. നമുക്ക് കോപം, ക്രോധം ഒരു സൈഡിൽ കോപം, എന്നാൽ അങ്ങേപ്പുറത്ത് ഒരു സ്നേഹമുണ്ട്. അപ്പം നമ്മൾക്കൊരാളോട് ദേഷ്യം വരുമ്പോൾ ഉപദ്രവിക്കണം തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവിലാണെങ്കിൽ പറയില്ല, രണ്ടാമതൊരു ചിന്ത വരും, ഒരിക്കലും ഞാൻ ചെയ്യുന്നത് അവർക്ക് ഉപദ്രവമായി മാറുമോ. സോ ബാലൻസ് കൊണ്ടുവരുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. നമുക്ക് ദൈവം എല്ലാം തരും. ഒരപ്പൻ മക്കൾക്ക്, ഇപ്പോൾ ഒരു നല്ല ഒരു അപ്പൻ, കഴിവുള്ള അപ്പൻ, പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും അവകാശം മകനാകാൻ അപ്പൻ ആഗ്രഹിക്കത്തില്ലേ? അത് ചിലത് മാറ്റി വെക്കുമോ? ഇല്ല. എനിക്കുള്ള അവകാശത്തെ, എനിക്കുള്ള ദൈവത്തിൻ്റെ കൃപകൾ എൻ്റെ മക്കളിൽ പാസ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് നമ്മുടെ മക്കൾ കേട്ട് നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റൊന്നുമല്ല.
അപ്പോൾ കർത്താവ് എല്ലാം തരാൻ ആഗ്രഹിക്കുക. അവൻ നമ്മുടെ അപ്പനാണ്. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. കർത്താവ് വിളിച്ചു കയറ്റുകയാണ് നമ്മൾ. അത് നന്മയും കരുണ നിന്നെ ആയുഷ്കാലമൊക്കെ പിന്തുടരുന്ന സങ്കീർത്തനം 23 പറയുന്നത് അതുകൊണ്ടാണ്. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാണ്. നനഞ്ഞിരിക്കുന്ന തോട്ടം എന്തിനാണ് എഴുതിയത്? തോട്ടം എന്ന് പറയും. നനഞ്ഞ തോട്ടവും വരണ്ട തോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ടില്ലേ? നനഞ്ഞ തോട്ടത്തിനകത്ത് പുഷ്ടിയുണ്ട്. ഏതൻ തോട്ടം അങ്ങനെയായിരുന്നു. അന്ന് മഴ പെയ്യുന്നില്ലായിരുന്നു. അന്ന് ഭൂമിയിൽ മഴയില്ല. പിന്നെയോ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരികയായിരുന്നു. കുതിർന്ന് നനഞ്ഞ മണ്ണ് മനോഹരമായിട്ട് എന്ത് നട്ടാലും കിളുക്കുന്നത് അങ്ങനെയുള്ള മണ്ണ്. അതാണ് പിന്നെ മുള്ളും പറക്കാരായത് പാപം ചെയ്തതിന്. ഇത് ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ ചിന്തിച്ചു, ഈ കേരളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ഇത്ര മനോഹരമായ ഒരു സ്ഥലം വേറെ ഇല്ല. എന്നാൽ ഇത്രയും വൃത്തികേടായിട്ട് നമ്മൾ ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് നിൽക്കുന്നു. അത് കാരണം ദൈവം അങ്ങനെ സൃഷ്ടിച്ചു. നമ്മൾ കാശ്മീരിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്ത് കാശ്മീർ, എന്ത് കാശ്മീരും കേരളം തന്നെയാണ് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറഞ്ഞു. പോയതുകൊണ്ട് നമ്മുടെ നാട് ഇച്ചിരൂടെ നല്ലതെന്ന് മനസ്സിലാക്കി. പക്ഷേ നമുക്കിത് വൃത്തിയാക്കി എന്നിട്ട് നമ്പർ 1 ആകും. ഇപ്പം അല്ലാഞ്ഞിട്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ 10-1 കേരളമുണ്ട്. പക്ഷെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് നമ്പർ 1 ആകും. ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം, ഏക മനസ്സ് വരണം. നമ്മൾ ഇത്രയും വൃത്തികേടാക്കിയിട്ട് ഇത് മനോഹരമായിട്ട് കിടക്കുന്നെങ്കിൽ എത്രമാത്രം ദൈവം നമ്മുടെ ഈ കേരളത്തിനെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവമക്കൾക്കുള്ള ഒരു നല്ല സ്ഥലമാണ്. അതുകൊണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് എന്നെ വിളിക്കുന്നത്. ഒരു തരത്തിൽ ശരിയാണ്. മനുഷ്യഹൃദയം കൂടെ മാറിയാൽ അത് അങ്ങനെ തന്നെ ആകും. അപ്പോൾ നമ്മളോട് പറയുന്ന യഹോവയുടെ നന്മയിലേക്ക് ഓടിവ. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ. അവരിനി ക്ഷീണിച്ചു പോകത്തില്ല. എന്നാൽ കാര്യം നേടിയെടുക്കുമെന്ന്. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. എൻ്റെ ജനം എൻ്റെ നന്മ കണ്ട് തൃപ്തരാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാ വാഗ്ദത്വവും തന്നില്ല. യു തിങ്ക് ദാറ്റ് ഹി വിൽ വിത്ത്ഹോൾഡ് എനിത്തിങ് ഫ്രം അസ്? ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി, അതായത് ഗലാത്യർ 4 പറയുന്നുണ്ട്, ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും നിനക്ക് അനുഭവിക്കാൻ അറിഞ്ഞൂട, തന്നാൽ ഇത് വല്ലവരും എടുത്തുകൊണ്ട് പോകും. നമ്മൾ പലപ്പോഴും, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്, ദൈവം ചോദിക്കുന്ന എല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ തരുന്നത് ഉപയോഗിക്കാൻ അറിയത്തില്ല ശരിയായിട്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പ്രാർത്ഥന ചെയ്യത്തില്ല. കർത്താവേ നിനക്ക് ഇഷ്ടമാണ് തന്നാൽ മതി, ചുമ്മാതെ ഇതെല്ലാം ഒരു തലവേദനയാക്കി മാറ്റണ്ടല്ലോ. ഓരോന്നിടത്തും നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ പുറകിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അത് ദൈവം പറയുന്നു. നമ്മളോട് സംസാരിക്കുകയാണ് വചനത്തിൽ കൂടെ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്യമാണ് ഗലാത്യർ 4. അത് വായിക്കുകയാണ്. അവകാശി, നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കും. അവകാശി സർവത്തിനും യജമാനനെങ്കിലും. അവകാശി ഒരു കാലത്ത് യജമാനനാകേണ്ടിവന്. അത് നശിച്ചാണ്. ദൈവമക്കളാണോ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണ്, നിത്യരക്ഷയുടെ അവകാശി. പല കിരീടങ്ങൾ ദൈവം ഒന്നൊന്ന് മാറി തരുന്നു. അത് വയ്ക്കേണ്ടിയവരാണ് നമ്മൾ എന്ന് ഈ പദം പറഞ്ഞ് പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് എപ്പോഴാ പൊങ്ങിയൊന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു. എന്നിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ലോകത്തിൽ അങ്ങനെയാണ്, നമുക്കൊരു അല്ലെന്നേ. ഈ ആദിപാഠം മാറണമെന്ന് പൗലോസ് പറയുന്നില്ലേ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ? അതിനെക്കുറിച്ചൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ. അവകാശി സർവത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവന്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണ്. ശിശുവായിരുന്ന എനിക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം ഭാവിക്കും. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന് അടിയിൽ തന്നെ യേശു വന്നിട്ട് ന്യായപ്രമാണത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് നമ്മളെ സ്വതന്ത്രരാക്കിയിട്ട് ക്രിസ്തുവിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു.
അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അബ്രഹാമിന്, ഇപ്പോൾ പഴയ നിയമം പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തിയുണ്ട്. കാരണം അബ്രഹാമിന് കൊടുത്ത ഉൽപ്പത്തിയിൽ 12-ാം അധ്യായത്തിൽ കൊടുത്ത വാഗ്ദത്തങ്ങളാണ് നമ്മളിൽ കൂടെ നിറവേറുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദെയർ, നിഴൽ പോലെ ഉണ്ട്, അത് വാങ്ങിച്ചെടുക്കണം. ക്രിസ്തുവിൽ ഇതെല്ലാം സാധിച്ചിരിക്കുകയാണ്. പുത്രത്വം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചു. അങ്ങനെ നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി. ഈ ഒരു ട്രാൻസിഷൻ ദാസൻ്റെ ലെവലിൽ നിന്ന് പുത്രൻ്റെ ലെവലിൽ നിന്നും പുത്രനാണെങ്കിൽ അവകാശിയാണെന്നുള്ള ബോധം എന്നുണ്ടാകുമോ? ദൈവമേ, നീ പഠിപ്പിക്കാതെ, നീ ഇറങ്ങി വന്ന് ചെയ്യിപ്പിക്കാതെ ഇതുണ്ടാകുമോ? എത്ര പറഞ്ഞാലും ഇതിൽ നിന്ന് നമ്മൾ മാറാതെ നിൽക്കുകയാണ്. കരുണയുള്ള ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവ് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് പൗലോസ് പറഞ്ഞത്. ലോകത്തിൽ കഷ്ടങ്ങളില്ലെന്ന് പറയുന്നില്ല, കഷ്ടമുണ്ട്. പക്ഷെ അല്പകാലത്തേക്കുള്ള, അതാരെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? എത്ര പ്രാവശ്യം ഷിപ്രക്കായി, മറ്റുള്ളവർ അടിച്ചു കൊന്നു, മരിച്ചു കിടന്നവൻ എഴുന്നേറ്റ് വന്നു, പിന്നെ ജയിലിൽ നിന്ന് കൊട്ടയ്ക്കകത്തിറക്കി രക്ഷപ്പെട്ട് ജീവൻ കളഞ്ഞ് ഓടി നടന്നു. അങ്ങനെയുള്ള പൗലോസാണ് പറഞ്ഞത് അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം. ആണോ? 2 കൊരിന്ത്യർ കണ്ടു. നമ്മൾ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടത്തിനകത്തു നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ആ കിരീടം വഹിക്കേണ്ടി വരാം. എന്നിട്ട് നമ്മൾ ആ കഷ്ടം സഹിക്കുന്നതിന് ആ കഷ്ടത്തിൽ അങ്ങ് നിന്നു പോവുക. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അത് തേജസ്സിൻ്റെ നിത്യഘനം കിട്ടാൻ അല്പകാലത്തേക്ക് ചെറിയ കഷ്ടം വരുമ്പം ഇട്ടേ ചോടല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വചനം എപ്പോഴെങ്കിലും കേൾക്കുമ്പം ദൈവം പണ്ട് തന്ന വാഗ്ദത്തമാണെങ്കിൽ ഓർമ്മിപ്പിക്കും കർത്താവ്. എന്നിട്ടത് ചോദിച്ച് നമ്മൾ ഓർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് തിരിച്ചു തരും. 10-30 വർഷം മുമ്പാണ് കർത്താവ് TV പ്രോഗ്രാമത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചത്. സൗദി അറേബ്യയിലായിരുന്നു. അത് പറഞ്ഞു പലരെ കൊണ്ട് പറയിപ്പിച്ച്. ഞാനത്ര കാര്യമാക്കിയില്ല. TV 2 സൈഡിൽ നിന്ന് ശക്തി വന്നിട്ട് പുറത്തോട്ട് വരും ദൈവം. നമ്മളത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. പക്ഷെ തക്ക സമയത്ത് അവനത് വഴി തുറന്നു. അപ്പോൾ ദൈവം വിചാരിച്ച കാര്യം ചെയ്യുമെന്നുള്ളത് ഷുവറാണ്. അതെന്നും കണ്ടിന്യൂ ചെയ്യുന്നു. 14 വർഷത്തോളം വചനം പറയാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നീ ഞങ്ങളെ വീണ്ടെടുത്ത അവകാശികളാക്കി പുത്രത്വത്തിൻ്റെ അവകാശം തന്ന് നഷ്ടപ്പെട്ട സകല അനുഗ്രഹം അബ്രഹാമിന് 12-ാം അധ്യായത്തിലെ ഉൽപ്പത്തി 12 കൊടുത്ത സകല അനുഗ്രഹങ്ങളും തിരിച്ചു തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. എത്ര പേർക്ക് അറിയാപ്പിച്ചു? എന്നും യാതനയും പരാതിയും മാത്രം പറഞ്ഞ് ഞങ്ങളങ്ങ് അതിലും തഴമ്പിച്ചു പോയി. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ എന്നുണ്ടാക്കി തരണം. ചിലർ പറയുന്നത് കേൾക്കാം, ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥന അയക്കുമ്പോൾ നിൻ്റെ ധൂപകലശത്തിൽ സ്വർഗത്തിൽ വന്ന് വീണ് കഴിഞ്ഞു. അതിനപ്പച്ചന് മറുപടി അയച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലതിന് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ചിലത് അപ്പച്ചൻ്റെ കൺസിഡറേഷന് എക്കത്തിന് ഉത്തരം തരും. ഒന്നുകിൽ നീ അന്നേരം ഉത്തരം തരും, അല്ലെങ്കിൽ അത് പെൻഡിങ് വെക്കും. എന്താണെന്നാലും നീ ഉത്തരം തരാതിരിക്കൂല. അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് അവകാശികളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. പഠിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് കൈക്ക് പിടിച്ച് നടത്തിയാൽ കയറി ചെല്ലും. ഓവേണി കയറാൻ പഠിപ്പിക്കണമെങ്കിലും പറഞ്ഞാലും ഞങ്ങൾ കയറാൻ പ്രയാസം. പക്ഷെ നിൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ച് ഞങ്ങളെ പൊക്കി മുകളിലേക്ക് കയറ്റി ആ സിയോൻ്റെ മുകളിൽ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കാമെന്നും നൃത്തം ചെയ്യിപ്പിക്കാമെന്നും വാഗ്ദത്തം ചെയ്യും. അത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതൻ ഞങ്ങളുടെ പ്രാർത്ഥനയോട് ഞങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കാൻ ഓടി വന്ന് സങ്കടത്തിന് വരും സന്തോഷം കൊണ്ട് നമ്മുടെ ഇരട്ട് മാറ്റി നമ്മളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നാണത്തിന് വരെ ഇരട്ടിയായി പ്രതിഫലം തരാമെന്ന് വാഗ്ദത്തം ചെയ്ത് വാഗ്ദത്തങ്ങളെ നിറവേറ്റിച്ചു തരുന്നതിന് സ്തോത്രം. കർത്താവേ, കുരുട്ട് കണ്ണുകളെ ഒന്ന് തുറപ്പിച്ച് തന്നാട്ടപ്പിച്ച ബന്ധനത്തിലിരിക്കുന്നവരൊന്ന് പുറത്തോട്ട് വരട്ടെ അപ്പിച്ച. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് പ്രവർത്തിക്കട്ടെ, തലമുറയിൽ ചെന്ന് കൊള്ളട്ടെ. ഈ അയക്കുന്ന വചനം എല്ലാം കൂടെ ജീവിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഉദ്യാനം, ഒരു വലിയൊരു വനം തന്നെ ഉണ്ടാകാനും മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പച്ചൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.